അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും ഇടയിൽ കൊടികുത്തി വാണിരുന്ന ഒരു ഗ്രാമത്തിലെ ജനങ്ങൾക്ക് ഒരു പിതാവിന്റെ അറിവില്ലായ്മയുടെയും അന്ധതയുടെയും പേരിൽ ഒരു കൊച്ചു പെൺകുട്ടിക്ക് സഹിക്കേണ്ടി വന്ന ത്യാഗത്തിന്റെയും ബുദ്ധിമുട്ടിന്റെയും കഥയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അഥവാ ഒരു ഗ്രാമത്തിന്റെ കഥ. അതാ അങ്ങോട്ട് നോക്കൂ, ഒരു പോലീസ് ജീപ്പല്ലേ കടന്നു വരുന്നത്? അതെ, അതൊരു പോലീസ് ജീപ്പാണ്. ആ ജീപ്പിന്റെ പിന്നാലെ ആ ഗ്രാമത്തിലുള്ളവരെല്ലാം തിരിപൂർത്തിയായി ഓടുകയാണ്. പ്രിയമുള്ളവരെ, അവിടെ നടന്നതെന്താണെന്ന് അറിയണ്ടേ? അതിന്റെ പിന്നിൽ വലിയൊരു കഥയുണ്ട്. ത്യാഗത്തിന്റെയും ബുദ്ധിമുട്ടിന്റെയും കരളലിയിപ്പിക്കുന്ന ഒരു കഥ. അതെ, ഒരു ഗ്രാമത്തിന്റെ കഥ. ആ ഗ്രാമത്തിന്റെ എല്ലാമായ ഗവൺമെന്റ് യു പി സ്കൂളിന്റെ മതിൽക്കെട്ടിനകത്ത് ഒരു കൊച്ചു പെൺകുട്ടി കളിച്ചുകൊണ്ടിരിക്കുന്നത് കാണുന്നില്ലേ? അവളാണ് 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഫരീദ. സ്വർഗത്തിലേതോ താഴുമ്പക്കാട്ടിൽ താലോലിച്ചു വളർന്നവളാ, ആരൂഢത്തിൻ താമരച്ചൂഴിൽ താലോലിച്ചു വളർന്നവളാ, താലോലിച്ചു വളർന്നവളാ എന്ന് തോന്നിപ്പോവും അവളെ കണ്ടാൽ. അത്ര സുന്ദരിയായിരുന്നു അവൾ മാതാപിതാക്കളുടെയും ഗുരുനാഥന്മാരുടെയും കണ്ണിലുണ്ണിയായിരുന്നു. ആ പെൺകനി തൻ പുന്നാരമോളും ആ കൊച്ചു ഗ്രാമത്തിൽ അരുമക്കിടാവും, ആ പള്ളിക്കൂടത്തിൻ കണ്ണിലുണ്ണി, അവൾ ആ പള്ളിക്കൂടത്തിൻ കണ്ണിലുണ്ണി. അന്നും പതിവ് പോലെ അവൾ പള്ളിക്കൂടം വിട്ട് വീട്ടിലെത്തി. എന്നാൽ വീട്ടിലെ ചുറ്റുപാടുകൾ ഫരീദയിൽ ചില സംശയങ്ങളുണ്ടാക്കി. ആ നാട്ടിലെ പേരുകേട്ട മന്ത്രവാദിയായ ഫക്കീറുപ്പാപ്പയെ അവൾ ആ വീട്ടിൽ കാണപ്പെട്ടു. അയാൾ ബാപ്പയുമായി എന്തൊക്കെയോ അടക്കം പറയുന്നുണ്ടായിരുന്നു. ചെമ്പരത്തിപ്പൂത്തറ്റ കൺകളും കവിളൊട്ടി, ചെമ്പിച്ച മീശ പുല്ലും വളർന്നവൻ, പാമ്പുകൾക്കൊപ്പൊത്ത ചെഞ്ചി വിരലുകൾ, മാമ്പലും വീശും പരാപൂശിയവരൻ. ഒരു മനുഷ്യൻ പച്ച പുതപ്പ് പുതച്ച് മുറ്റത്ത് ചമ്രം പടിഞ്ഞിരുന്നു. തടിച്ചു കൊഴുത്ത ശരീരം, നീണ്ടു വളർന്ന താടി രോമങ്ങൾ, പാറി പറക്കുന്ന തലമുടി, മൂർച്ചയുള്ള കണ്ണുകൾ. അയാൾ ആ പെൺകുട്ടിയെ ആർത്തിയോടെ നോക്കുന്നുണ്ടായിരുന്നു. പ്രിയമുള്ളവരെ, അതിനിടയ്ക്കാണ് അവളുടെ വീട്ടിൽ പ്രധാനപ്പെട്ട ഒരു സംഭവം നടന്നത്. ഫരീദയുടെ ഉമ്മ 8ാം പ്രസവത്തോടു കൂടി മാനസിക രോഗിയായി മാറിയിരിക്കുകയാണ്. രോഗമകറ്റാൻ ബാപ്പ ഉമ്മയെ കൊണ്ടുപോയത് അടുത്തുള്ള ആശുപത്രിയിലല്ലായിരുന്നു. നേരെ മറിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ച മന്ത്രവാദിയുടെ അടുത്തേക്കാണ്. ഉമ്മയുടെ അസുഖം ഭേദമാവാൻ ബാപ്പയുടെ കയ്യിൽ മന്ത്രവാദി ഒരു നീണ്ട ലിസ്റ്റ് നൽകി. അതോടൊപ്പം തന്നെ ഉമ്മയുടെ അസുഖം ഭേദമാവണമെങ്കിൽ ഫരീദയുടെ കണ്ണുകൾ രണ്ടും ചുഴുന്നെടുക്കണമെന്നായിരുന്നു. എന്താണ് ഞാൻ ഈ കേൾക്കുന്നത്? തന്റെ പൊന്നോമനയുടെ കണ്ണുകൾ രണ്ടും ചുഴുന്നെടുക്കണമെന്നോ? ഇല്ല, അതിന് ഞാൻ സമ്മതിക്കയില്ല. എന്റെ പൊന്നോമനയുടെ കണ്ണുകൾ രണ്ടും ചുഴുന്നെടുക്കാൻ ഞാൻ സമ്മതിക്കയില്ല. ഇല്ല, ചുഴുന്നെടുത്ത സ്ഥാനത്ത് വീണ്ടും കണ്ണുകൾ ഉണ്ടായിരിക്കും. പിന്നെ എന്തിന് നിങ്ങൾ വിഷമിക്കണം? പാവം ഫരീദ. ഇതെല്ലാം അവൾ കേൾക്കുന്നുണ്ടായിരുന്നു. അവളുടെ കൂട്ടുകാരികളോട് അവൾ ഇപ്രകാരം പറയുകയാണ്: ക്ഷമിക്കണം കൂട്ടുകാരി, നാളെ ഞാൻ വന്നില്ലെങ്കിൽ മരിച്ചതായി നനച്ചേക്കൂ കൂട്ടുകാരി. അടുത്തൊരു പാതിരാവിൽ ബലി കർമ്മം നടത്തുവാൻ വന്നിടും മന്ത്രവാദി, എന്നെ തേടി വന്നിടും മന്ത്രവാദി. അതുകൊണ്ട് ക്ഷമിക്കണം കൂട്ടുകാരി. പാവം ഫരീദ, അവൾ തേങ്ങി കരയുകയാണ്. അവളുടെ കൂട്ടുകാരികൾ അവളെ സമാധാനിപ്പിക്കുകയാണ്. ഫരീദ, എന്താണ് നീ പറയുന്നത്? അങ്ങനെയൊന്നും സംഭവിക്കില്ലടി, അങ്ങനെയൊന്നും സംഭവിക്കില്ല. അതെല്ലാം നിന്റെ തോന്നലാണ്. എന്നാൽ അവളുടെ മുഖത്ത് വിഷമം വർദ്ധിച്ചുകൊണ്ടിരുന്നു. 1-2 ദിവസങ്ങൾ കൂടി കടന്നുപോയി. ഇരുട്ടിന്റെ കരിമ്പടം പുതച്ച് ആ രാത്രിയും വന്നെത്തി. ചുവന്ന പട്ടെടുത്ത് കിലുങ്ങുന്ന വാളുമായി മണിമുഴങ്ങി. മന്ത്രധ്വനികൾ ഉയർന്നു പൊങ്ങി. ഒരു കത്തിയുമായി പിശാചിനെ പോലെ തന്റെ മുന്നിൽ നിൽക്കുന്ന ബാപ്പയെ കണ്ട ഫരീദ കേണപേക്ഷിക്കുകയാണ്. ബാപ്പയുടെ പൊന്നാരമോൾ ഫരീദയാണ് ബാപ്പ. എന്നെ കൊല്ലരുത് ബാപ്പ, എന്നെ ഒന്നും ചെയ്യരുത് ബാപ്പ. ബാപ്പയുടെ പൊന്നാരമോൾ ഫരീദയാണ് ബാപ്പ. എന്നെ കൊല്ലരുത് ബാപ്പ.
അതാ നോക്കൂ കൂട്ടരെ, അയാൾ നിവർത്തിപ്പിടിച്ച കത്തി തന്റെ പൊന്നോമനയുടെ കണ്ണിൽ കുത്തിയിറക്കി. കുത്തിയിറക്കിയ കത്തിയാൽ തൻ കണ്ണുകൾ രണ്ടും ചുഴന്നെടുത്തു. ഒന്ന് വിട പറയാൻ പോലും അവൾക്ക് കഴിഞ്ഞില്ല. പ്രാണവേദനയിൽ പിടയുന്ന കൈകാലുകൾ ബന്ധിച്ചിരിക്കുകയാണ്, വായിൽ തുണി കയറ്റിയിരിക്കുകയാണ്. എത്ര ഭയാനകരമായൊരു കാഴ്ച! എല്ലാം അസ്തമിച്ചു കഴിഞ്ഞു. പിതാവ് മകളുടെ അടുത്തേക്ക് ഓടിയടുത്തു. മോളെ ഫരീദ, മോളെ മോളെ ഫരീദ, എഴുന്നേൽക്ക് മോളെ, മോളെ എഴുന്നേൽക്ക് മോളെ ഫരീദ. പിതാവ് അലറിക്കൊണ്ട് മകളെ വാരിയെടുത്തു. മോളെ ഫരീദ, മോളെ. എവിടെയാണ് മന്ത്രവാദി? എന്താണ് തന്റെ പൊന്നോമനയുടെ കണ്ണുകൾ യഥാസ്ഥാനത്ത് വരാത്തത്? അപ്പോൾ ഇരുൾ മൂടിയ ആകാശത്തിൽ വെള്ളി വീശിയപ്പോൾ കാക്കി വേഷധാരികളെയും വഹിച്ചുകൊണ്ട് ഒരു പോലീസ് ജീപ്പ് ചീറിയെടുത്തു. അറിവിൻ്റെ വെളിച്ചത്താൽ പ്രകാശിക്കും മനസ്സിൽ നിന്നറിവില്ലായ്മയാമീരുൾ അകന്ന് പോകും. അതിനാൽ പഠിക്കുവാനൊരുങ്ങട്ടെ മനുഷ്യരെല്ലാം. അതെ, അറിവിന്റെ വെളിച്ചത്താൽ പ്രകാശിക്കുന്ന മനുഷ്യർ. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും വെടിഞ്ഞ് പഠിക്കുന്നവർ പഠിക്കാനായി ഒരുങ്ങട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് നന്ദി, നമസ്കാരം.